എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പേജിൽ നിന്നുള്ള ആർട്ടിക്കിളുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തമിഴ്നാട് ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ പളനിവേൽ ത്യാഗരാജൻ കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തിറക്കിയ 112 പേജുള്ള ഒരു വൈറ്റ് പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവീൺ ചക്രവർത്തി എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. രണ്ട്, ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന ശ്രീ രജനീഷ് എഴുതിയ അർബൻ ജോബ് സേഫ്റ്റി നെറ്റ് എന്ന രണ്ടാമത്തെ ആർട്ടിക്കിളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ ആദ്യത്തെ ഇതിലേക്ക് തന്നെ പോകാം. എ ഹെൽത്തി വൈറ്റ് പേപ്പർ ബിഗിനിങ് എന്ന ടൈറ്റിലിൽ എഴുതിയപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് which is purely based on the white paper released by Tamil Nadu Finance Minister Palanivel Thiagarajan. ഇത് എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ COVID-19 എന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പാൻഡമിക്കിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ലോകത്തിന്റെ തന്നെ വളർച്ചാ നിരക്ക് വളരെ പിന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ സ്റ്റേറ്റും അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യവും അതിന്റെ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് അതിനെ മുൻപിലുള്ള ഹാർഡിൽസ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ വൈറ്റ് പേപ്പർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്കറിയാം, ഓരോ തമിഴ്നാട് എന്ന സ്റ്റേറ്റിനെ മാത്രമായിട്ട് എക്സാമ്പിൾ എടുത്താൽ രാജ്യം നമ്മൾക്ക് പല രീതികളിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും 2,60,60,000 രൂപ കടമടയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനുള്ള ഒരു സാഹചര്യം എന്താണ്, എങ്ങനെയാണ് സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സാഹചര്യം നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചിട്ടുള്ള എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന ഒരു സാധ്യത നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇവിടെ പീപ്പിൾ ഉണ്ട്. ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? സ്റ്റേറ്റിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ അല്ലെങ്കിൽ സിറ്റിസന് നൽകേണ്ടുന്ന വെൽഫെയർ പ്രോജക്റ്റുകൾ, അതുപോലെ സാലറി പോലുള്ള രീതികളിൽ ഗവൺമെന്റ് ജനങ്ങൾക്ക് പണം നൽകുകയും ജനങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് ടാക്സുകളായിട്ട്, അതായത് വേരിയസ് ടാക്സ്, ഇൻകം ടാക്സ് ആവാം, സർവീസ് ടാക്സ് ആവാം, അല്ലെങ്കിൽ GST ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെസ് ആവാം, തുടങ്ങിയിട്ടുള്ള നികുതി മൂലം ഗവൺമെന്റിനെയും തിരിച്ച് സഹായിക്കുന്ന ഒരു സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആകുന്ന സാഹചര്യത്തിലാണ് ഏതൊരു സാധ്യതയും, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും, ഏതൊരു ഗവൺമെന്റും, ഏതൊരു ജനതയും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഗവൺമെന്റിന്റെ വെൽഫെയർ പ്രോജക്റ്റുകൾ നമ്മൾക്കറിയാം, പല രീതികളിൽ ഗവൺമെന്റ് വെൽഫെയർ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സബ്സിഡീസ് ഉണ്ട്, അതുപോലെ ക്ഷേമ പെൻഷനുകളുണ്ട്, അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള വെൽഫെയർ ജനക്ഷേമ പദ്ധതികൾ ഇപ്പോഴും ഗവൺമെന്റിനുണ്ട്. ഇവിടെ തമിഴ്നാടിന്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ദി ആവറേജ് ഫാമിലി ഇൻ ദ സ്റ്റേറ്റ് പേസ് roughly 1 lakh in all taxes every year to the state and the union government and state and the union government, and it receives 1.6 lakh worth of subsidies and services. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് തമിഴ്നാടിന്റെ മാത്രം ഒരു കണക്ക് നോക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്ലസ് യൂണിയൻ, രണ്ട് ഗവൺമെന്റുകൾ കൂടി ചേർന്ന് ഒരു വ്യക്തിക്ക് നൽകുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നൽകുന്ന വെൽഫെയർ പ്രോജക്റ്റുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,60,60,000 രൂപയാണ്, അല്ലെങ്കിൽ 1.6 lakhs rupees ആണ്. ഒരു ആവറേജ് ഒരു ഫാമിലി അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു വലിയൊരു അന്തരം ഉണ്ടാവുന്നുണ്ട്. കൊടുക്കുന്നത് 1,00,000 രൂപയും റിസീവ് ചെയ്യുന്നത് 1,60,60,000 രൂപയുമാണ് പല രീതികളിലായിട്ടും വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു 60,000 രൂപയുടെ വ്യത്യാസം ഈ തമിഴ്നാട്ടിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ എങ്ങനെയാണ് ഈ 1,00,000 രൂപ 1,60,60,000 രൂപ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? പല മേഖല വഴിയാണ്. അതിലൊന്നാണ് ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷൻ, വാട്ടർ, പവർ എക്സെട്ര എവറി ഇയർ.
The gap between revenues and expenditure is funded through loans, and the state carries a consolidated debt of rupees 2.6 per lakhs per family. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള പലപ്പോഴും ഈ ഗ്യാപ്പുകൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് ധനത്തിന് ആവശ്യം കൂടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റിന് പണത്തിന്റെ ആവശ്യം കൂടുമ്പോൾ they will depend on debt, അല്ലെങ്കിൽ they will depend on availing ലോൺസ് ഫ്രം വേരിയസ് സോഴ്സസ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഓരോ തമിഴ്നാട് കുടുംബവും 2,60,000 രൂപയ്ക്ക് കടക്കാരാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ M.K. Stalin has onerous responsibility to pull the state out of this dire financial situation that has been made by COVID-19 pandemic. As the white paper surmises, the only solution is for the state government is to raise more revenue and be more efficient in expenditure. ഇവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുക? The only one solution available is to raise income. എങ്ങനെയാണ് ഇൻകം റേസ് ചെയ്യുക എന്ന് പറയുന്നത്? ഏതൊരു ഗവൺമെന്റിന്റെയും റവന്യൂവിന്റെ അടിസ്ഥാന ഭാഗം കിടക്കുന്ന അടിസ്ഥാനം എവിടെയാണ്? ടാക്സ് ആണ്. എന്നാൽ ഈ GST എന്നൊരു സാഹചര്യം വന്നതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്യൂവലിന്റെ മുകളിൽ സ്റ്റേറ്റിന് ചുമത്താവുന്ന നികുതികളുണ്ട്. 2 നമ്മൾ പ്രോപ്പർട്ടി ടാക്സുകൾ. 3 ആൽക്കഹോളിലുള്ള ടാക്സുകൾ മാത്രമാണ് ഉയർത്താൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്യൂവൽ പ്രൈസ് ഇനി ഒരു രീതിയിലും ഉയർത്താൻ പറ്റാത്ത വിധം സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യം ആകമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ഒരു സാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് മാത്രം സെസ് എന്ന പേരിലും മാത്രം കളക്ട് ചെയ്യുന്നത് ഡീസലിന് 32 മുതൽ 33 രൂപ വരെയാണ് പെട്രോളിയം പ്രൊഡക്റ്റുകൾ ഡീസലിനും പെട്രോളിനുമായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും ഉയർന്ന നികുതി നിൽക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു വിഭാഗം ജനങ്ങളെ മാത്രമല്ല എൻറ്റയർ സൊസൈറ്റിയെ ബാധിക്കുന്ന ചില രീതികളിലെ ഒരു പ്രൈസിങ്ങിന്റെ രീതിയാണ് അല്ലെങ്കിൽ ഫ്യൂവലിന് സംഭവിക്കുക. കാരണം എന്താണ്, ഫ്യൂലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്, ട്രാൻസ്പോർട്ടേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മോഡിറ്റീസിന്റെ അവൈലബിലിറ്റി ഒക്കെയും എന്താണ് ഈ ഫ്യൂവൽ പ്രൈസിനനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഒരു പ്രൈസ് പുൾ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് ഉണ്ടാവുക. ഒരു പ്രൈസ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ മാത്രം വില കൊണ്ട് ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ മറ്റ് 2 മേഖലകൾ, ഒന്ന് പ്രോപ്പർട്ടി ടാക്സും 2 ആൽക്കഹോൾ, ഇവ രണ്ടും എന്താണ് ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഒരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ അല്ലാതെ ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ടാക്സ് ആൻഡ് ഫ്യൂവൽ അത്തരത്തിൽ പ്രോപ്പർട്ടി ടാക്സ് ആർ പ്രോഗ്രസീവ് ആൻഡ് ഫെയർ since they do not impact the poor as much as the rich. സാധാരണക്കാരെ അല്ലെങ്കിൽ പാവപ്പെട്ട തമിഴ് ജനതകളിലുള്ള സാധാരണ ജനങ്ങളെ ഒരു കാരണവശാലും അല്ലെങ്കിൽ വളരെയധികം ഒന്നും അഫക്റ്റ് ചെയ്യാതെ കടന്നു പോകാവുന്ന ഒന്നാണ് പ്രോപ്പർട്ടി ടാക്സ്. പ്രോപ്പർട്ടി ടാക്സ് പലപ്പോഴും എന്താണ് അണ്ടർ വാല്യുവേറ്റഡോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ അസസ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ നോ റിവിഷൻ ഓഫ് പ്രോപ്പർട്ടി ടാക്സുകൾ കൊണ്ടോ വളരെയധികം അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സാധ്യതയാണ് ഈ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ബിൽഡിങ്ങുകളുടെയും അവരുടെ റിനോവേഷൻ അല്ലെങ്കിൽ ടാക്സ് റീഫോർമേഷൻ നടക്കാതെ കാലാകാലങ്ങൾക്ക് മുൻപുള്ള ടാക്സുകൾ തന്നെയാണ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പ്രോപ്പർട്ടി ടാക്സ്. ഈ പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യം, യു വിൽ ഹാവ് ടു ഡെവലപ്പ് മോർ പവർ ഓൺ ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡീസിന് എന്ത് ചെയ്യണം, കൂടുതൽ അധികാരം നൽകണം. as we do in Kerala government, as we do by Kerala government. More encouragingly, the white paper also highlights the importance of the devolution of powers to local bodies. Local bodies in the sense urban local authorities അല്ലെങ്കിൽ തേർഡ് ടയർ ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരം നൽകണം. എന്തിനു വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള ടാക്സുകൾ കൂടുതൽ കളക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള ടാക്സ് ഇമ്പോസിഷനും അതിന്റെ കളക്ഷനും
വേണ്ടുന്ന ഈ തലത്തിൽ കൂടുതൽ അധികാരങ്ങൾ ആർക്ക് നൽകണം? സംസ്ഥാനങ്ങൾ ഡെവല്യൂട്ട് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഒരു ലോക്കൽ ഗവൺമെന്റിന് അത്തരത്തിലുള്ള അധികാരങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, ടാക്സ് കൂട്ടുക. ടാക്സ് എവിടെയാണ് കൂട്ടാൻ പറ്റുക? പ്രോപ്പർട്ടി ടാക്സ് കൂട്ടാൻ ശ്രമിക്കുക. പ്രോപ്പർട്ടി ടാക്സ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വിൽ ഹാവ് ടു ഡെവല്യൂട്ട് മോർ പവേഴ്സ് ടു ദ ലോക്കൽ ഗവൺമെന്റ്. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സാഹചര്യം. അതിന് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫണ്ട് ഒരു തടസ്സമാകുമ്പോൾ അതിനും കണ്ടെത്തേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫണ്ട് ചെയ്യുക എന്നത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ പേപ്പർ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം വളരെയധികം കൺസേൺ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് സബ്സിഡീസ് ഇൻകേർഡ് ഇൻ പവർ, വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പല സാഹചര്യത്തിലും വളരെയധികം കൂടുതൽ സബ്സിഡി എന്ന രീതിയിൽ ഈ പണം അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധ്യതയുണ്ട്. ഈ സബ്സിഡി എന്ന് പറയുന്നത് പലപ്പോഴും ഏതൊരു ഡെവലപ്ഡ് ഇക്കണോമിക്കും എന്താണ്? ഒരു ബേർഡൻ തന്നെയാണ്. അതായത് ഈ ഒരു സാധ്യതയെ എങ്ങനെ ഓവർകം ചെയ്യാം? സബ്സിഡി ഒഴിവാക്കണം എന്നൊരു സാധ്യത വരുമ്പോൾ ഒരു കാരണവശാലും എന്താണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ജനതയെ മറന്നുകൊണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലല്ല ലക്ഷ്യം വെക്കുന്നത്. പകരം എന്താണ്? ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റിലാണ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ രാജ്യത്തെ ചില ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുണ്ട്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ജനങ്ങളെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള യുവാക്കളെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതിനുശേഷം അവർക്ക് വേണ്ട ജോലിക്ക് വേണ്ട സാഹചര്യം എത്തിക്കുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു നാഷണൽ DDU-GKY പോലെയുള്ള പ്രോജക്റ്റുകളുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷന്റെ ഒക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they will train the people, it train the people and it helps them to find a self employment. അത്തരത്തിലുള്ള ഒരു സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റിനെ സഹായിക്കുന്ന രീതികളിൽ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിശീലനം നൽകുന്ന ഒരു സാധ്യതയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും അവർക്ക് വാങ്ങിക്കാൻ അവരുടെ ജീവിത സാഹചര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കേപ്പബിൾ ആയാൽ വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദി സബ്സിഡി? അപ്പൊ അതിനു വേണ്ടി ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റുകളിലേക്കാണ് ഈ ഒരു ഫണ്ടിങ്ങുകൾ മാറ്റേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു വൈറ്റ് പേപ്പർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ഈ വൈറ്റ് പേപ്പർ ടുവേർഡ്സ് എൻഡ് ഇത് നിശ്ചിതമായി ഈ രാജ്യം ഇമ്പോസ് ചെയ്ത GST എന്നൊരു സാഹചര്യം രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ഓട്ടോണമി, അതായത് സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ ഓട്ടോണമി അല്ലെങ്കിൽ സാമ്പത്തിക സ്വയം വിവേചനാധികാരത്തിനെതിരെയുള്ള ഒരു നയം തന്നെയാണ് എന്ന ഒരു ആശങ്ക കൂടി ഈ ഒരു ആർട്ടിക്കിൾ മുന്നോട്ട് വയ്ക്കുന്നു. കാമരാജറുടെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ കാമരാജ് 1960s, the Tamil Nadu has been the torchbearer of inclusive economic development in the country with a unique model of its generous state welfare, copious private investment and efficient public services. The white paper clearly articulates how the last few years have been an aberration, causing Tamil Nadu to veer off that track. Chief Minister Stalin and his government have an enormous and an arduous responsibility to steer the state back on track. നമുക്കറിയാം പലപ്പോഴും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകളിലേക്ക് തമിഴ്നാട് ഗവൺമെന്റ് അല്ലെങ്കിൽ 1960കളിൽ തന്നെ മാറുകയുണ്ടായിട്ടുണ്ട്. കാമരാജ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങൾക്ക് കോപ്പി ചെയ്യാൻ മാത്രമുള്ള കേപ്പബിൾ ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ എത്തിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവണം. ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അപ്പുറത്ത് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മാത്രം ഫണ്ട് സ്റ്റേറ്റിനുണ്ടാവണം. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു എക്കണോമിക് ലിബർട്ടിയാണ് ഒരു സംസ്ഥാനങ്ങൾക്ക് വേണ്ടതെന്നും അത്തരത്തിലുള്ള എക്കണോമിക് ലിബർട്ടിയെ, ഫിനാൻഷ്യൽ ലിബർട്ടിയെ കട്ടയിൽ ചെയ്യുന്ന ഒന്നാണ് GST എന്ന വിമർശനത്തോടു കൂടിയാണ് ആ പേപ്പർ അവസാനിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്
ആൻഡ് അർബൻ ജോബ്സ് സേഫ്റ്റി നെറ്റ് രജനീഷ് എഴുതിയ, അതായത് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന രജനീഷ് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ അർബൻ ജോബ് സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ജനതയെ നമുക്ക് രണ്ടായിട്ട് തൽക്കാലം തിരിക്കാം. തൽക്കാലം ഇന്ത്യയെ മാത്രം എടുക്കാം. ഒന്ന് അർബൻ പോപ്പുലേഷൻ, രണ്ട് റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും അർബൻ ലോക്കൽ ബോഡിയുടെ ജൂറിസ്ഡിക്ഷനുള്ളിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അർബൻ പീപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള ഡിവൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഓഫ് ഏപ്രിൽ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ ചോദ്യം ചോദിച്ചേക്കാം, വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാണ്? വേൾഡ് ബാങ്ക് എന്നോ മറ്റേതെങ്കിലും ADB എന്നോ അല്ലെങ്കിൽ സാർക്ക് എന്നോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ അസോസിയേഷന്റെ പേരിട്ട് നമ്മളോട് ചോദിച്ചേക്കാം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന IMF ആണ് എന്തിനെ പുറത്താക്കുന്നത്, അല്ലെങ്കിൽ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? IMF ആണ്. 2021 ഏപ്രിൽ മാസം പുറത്തിറക്കിയ ഈ ഒരു വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുണ്ട്. ചൈന ലോകരാജ്യങ്ങളിൽ ചൈന മാത്രമാണ് ഒരു ഇക്കണോമിക് പ്രോഗ്രസ് അനുഭവിച്ചത്. ഏകദേശം 2.5%, 2.3% വളർച്ച ചൈന നേരിടുമ്പോൾ, അല്ലെങ്കിൽ ചൈന നേടിയെടുക്കുമ്പോൾ ഗ്ലോബൽ GDP ഷ്രങ്ക് ബൈ 3.3%. നമുക്ക് നോക്കാം. US, കാനഡ, ബ്രസീൽ, ജപ്പാൻ, കാനഡ ആൻഡ് യൂറോ ഏരിയ വാസ് ഇൻ ദ റേഞ്ച് ഓഫ് 3.5 to 7%. കോൺട്രാക്ഷൻ റേറ്റ് ആണ് പറയുന്നത്. ഇന്ത്യസ് GDP plummeted by 8%. China on contrary posted a growth of 2.3%. The report stated that 95 million people have fallen into the ranks of extreme poor category. The unemployment rate in the euro area of the US and Canada shot up to 7.1%, 8.1% and 9.6% respectively. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ US, കാനഡ തുടങ്ങിയ മേഖലകളിൽ പലപ്പോഴും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7.1% മുതൽ 9.6 വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫിലിപ്പൈൻസ്, അർജന്റീന, ബ്രസീൽ, കൊളംബിയ ആൻഡ് പെറു among the others are grappling with unemployment rates in double digits. As per the Center for Monitoring Indian Economic Estimates, the unemployment rate in India peaked to 23.5% in April 2020 before falling to 6.9 in February 2021. 2020 ഏപ്രിൽ മാസം നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 23.5% അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എത്തുകയും ടച്ച് ചെയ്യുകയും അതിനുശേഷം താഴേക്ക് വീണ് 6.9% ആണ് ഇപ്പോൾ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക? അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. നമ്മൾ റൂറൽ അർബൻ ഏരിയ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മൾ റൂറൽ ഏരിയാസിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് MGNREGA എന്നറിയപ്പെടുന്ന ഒരു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീഡ് ആക്ട് വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 2005. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓരോ വിഭാഗത്തിലും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ ആണ്, വർക്ക് ഡേയ്സ് ആണ് നമ്മൾ നൽകുന്നത്. അതൊരു അവകാശമാക്കി നൽകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് എവിടെ ഉണ്ടാവുന്നില്ല, അർബൻ ഏരിയാസിൽ ഉണ്ടാവുന്നില്ല. ഇതിന്റെ ഒരു കാരണം, ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2020 ലോക്ക്ഡൌണിൽ നമ്മൾ എന്താണ് അനുഭവിച്ചത്? ഈ അർബൻ പീപ്പിൾ പലപ്പോഴും എന്താണ് റൂറലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. എന്നാൽ തിരികെ എന്തുകൊണ്ടാണ് ഈ അർബനിൽ നിന്ന് റൂറലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒന്ന്, അർബൻ ഏരിയാസിൽ അവരുടെ ലിവ്ലിഹുഡ് അല്ലെങ്കിൽ ജീവനോപാധി നഷ്ടപ്പെടുന്നു. 2, ഇവർക്ക് ജീവിത സാഹചര്യം, ജീവിത ചെലവ് കമ്പാരിറ്റീവ്ലി എവിടെ കുറവാണ്? റൂറൽ ഏരിയാസിൽ കുറവാണ്. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഈ അർബൻ ഏരിയാസിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഇല്ലേ? പക്ഷെ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ പോലുള്ള ഇനിഷ്യേറ്റീവ്സ് പലപ്പോഴും എന്താണ്, ഈ MGNREGA പോലെയുള്ള ഒരു കോംപ്രിഹെൻസീവ് ഔട്ട്കം അല്ല നൽകുന്നത്. പകരം എന്താണ്, ഈ ഒരു ട്രെയിനിങ്ങും അത്തരത്തിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധ്യതയാണ് ഈ ഒരു NULM മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി MGNREGA തത്തുല്യമായി നമുക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഷഹരി ആജീവിക ഗ്യാരണ്ടി യോജന, MMSAGI എന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് കാണാൻ സാധിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it aims for the livelihood security in urban area by providing 120 days of guaranteed wage employment to every household at minimum wages in 2020 to 2021 financial year. അതായത് 120 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഏതൊരു ഫാമിലിക്കും അവർക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് 120 ദിവസത്തെ ഒരു 120 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അവകാശമായി നൽകുന്നു. അറ്റ് ദ മിനിമം വേജസ് ഓഫ് 2020-2021 ഫിനാൻഷ്യൽ ഇയർ. ഏതൊരു അഡൾട്ടിനും 65 വയസ്സിൽ താഴെയുള്ള ഏതൊരു അഡൾട്ടിനും എന്ത് ചെയ്യാം, who he or she residing in the jurisdiction of an urban local body. അതായത് ഒരു ഫാമിലിയിൽ 65 വയസ്സിൽ താഴെയുള്ള ആർക്കും, അതായത് ഒരു അർബൻ ലോക്കൽ ബോഡിയുടെ ജൂറിസ്ഡിക്ഷനുള്ളിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട്. 120 ദിവസത്തെ ജോലിയാണ് നൽകുന്നത്. 65 ULB, അതായത് അർബൻ ലോക്കൽ ബോഡിയുടെ കീഴിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷനകത്ത് താമസിക്കുന്ന 65 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിക്കും അദ്ദേഹം ഒരു അൺസ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ജോലികൾ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അയാൾക്ക് 120 ദിവസത്തെ ജോലി നൽകുക എന്നുള്ളതാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പെർമനന്റ് അസറ്റ് ക്രിയേഷൻ അല്ല ഇതിലേക്ക് ലക്ഷ്യം വെക്കുന്നത്. 3, അതായത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സാഹചര്യ ജോലിയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ജോബ് കാർഡ്, 4ാമത്തെ പോയിന്റ് ആണ്, എ ജോബ് കാർഡ് ഈസ് ഇഷ്യൂഡ് ടു ദ ബെനിഫിഷ്യറി within 7 days of registration and employment is provided within a fortnight. അതായത് ആ വ്യക്തിക്ക് ഒരു ജോബ് കാർഡ് 7 ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്യുകയും 14 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു ജോലി നൽകുകയും ചെയ്യുന്ന ഒരു സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. Otherwise, the beneficiary is eligible for compensation at the rate of 75 rupees per day. അതായത് ഇദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. 75 രൂപ വെച്ച് പ്രതിദിനം ഇയാൾക്ക് നൽകാൻ ബാധ്യസ്ഥരാണ്. 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ MMSAGIയെ കുറിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 1, ഒരു വ്യക്തിക്ക് 120 ദിവസത്തെ ജോലി നൽകുന്നു. ആ ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹം ULB, അതായത് അർബൻ ലോക്കൽ ബോഡിയുടെ ജൂറിസ്ഡിക്ഷനിൽ താമസിക്കുന്ന 65 വയസ്സിൽ താഴെയുള്ള വ്യക്തിയായിരിക്കണം. ആൻഡ് ഹി മസ്റ്റ് ബി വില്ലിംഗ് ടു do any unskilled labors under the municipality. 3, ഇതൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബാണ്. 4, ഒരു ജോബ് കാർഡ് ഇഷ്യൂ ചെയ്യും, 7 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യും. 14 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു ജോലി നൽകും. ഇൻ കേസ് ആ ജോലി നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 75 രൂപ പ്രതിദിനം കോമ്പൻസേഷൻ ആയിട്ട് നൽകേണ്ട ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനിഷ്യലി when the scheme was conceived there was skepticism due to lack of fiscal space during the pandemic to launch a new scheme. പുതിയൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്, ഒരു ഇതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ the government decided to fund the wage component from the grants already available to ULB under the state and central finance commission. സെൻട്രൽ ഗവൺമെന്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളും നൽകിയിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള അർബൻ ലോക്കൽ ബോഡീസ് നൽകിയിട്ടുള്ള ഗ്രാന്റിൽ നിന്ന് തന്നെ ആ പണം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് ഇവിടെ എടുത്ത് പറയാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യത വരുമ്പോഴേക്ക് ഈ ഒരു ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗ്രിമ്മിന്റെ സാഹചര്യത്തിൽ പോലും
കൂടുതൽ ബേർഡൻ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ എടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവിൽ കൂടിയാണ് ഏത് കാരണത്തിലും ഏത് തലത്തിലും ഈ ഒരു MMSAGI എന്ന ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. ഹിമാചൽ പ്രദേശ് എക്സ്പീരിയൻസ് ഹാസ് പ്രൊവൈഡഡ് സം ക്രൂഷ്യൽ ഇൻസൈറ്റ്. ഒന്ന്, an urban livelihood scheme can be launched within the existing fiscal space. എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തിയത്? സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ULBകൾക്ക് നൽകിയിട്ടുള്ള ചില ഗ്രാന്റുകളിൽ നിന്ന് തന്നെ ഈ പണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. If not, the union state can provide resources together. 2, separate minimum wages for rural and urban areas do not cause migration to urban areas. ചിലപ്പോൾ എന്ത് ചെയ്യും, അർബൻ ഏരിയയിൽ കൂടുതൽ പണം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റൂറലിൽ നിന്ന് അർബനിലേക്ക് താമസം മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ അർബൻ ഏരിയാസിലെ ജീവിത ചെലവ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നത്. ഇതിന് റൂറൽ ഏരിയസിൽ താമസിക്കുന്ന ഒരാൾക്ക് അർബൻ ഏരിയയിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർബൻ ലോക്കൽ അതോറിറ്റിയുടെ കീഴിൽ അല്ലെങ്കിൽ ആ ജൂറിസ്ഡിക്ഷനിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് MMSAGIയിൽ ഒരു അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 3, the focus must shift from asset creation to service delivery. ഏതെങ്കിലും തരത്തിൽ അസറ്റ് ക്രിയേഷൻ മാത്രമല്ല, ഈ മുനിസിപ്പൽ ജോലി പോലെയുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോലികളിലേക്ക് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Restricting it to asset creation or wage material rations might be suboptimal in urban setting. The focus should be on enhancing the equality of municipal services. 4, such scheme is like an economic vaccine and will protect people against unemployment. ഇത്തരത്തിലുള്ള ഏതൊരു നടപടിക്രമവും it can be considered as a kind of vaccine or economic vaccine which must be done across the state and which must be implemented nationwide. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിൽ പലപ്പോഴും നമുക്ക് ഒരു സോഷ്യൽ കോസിന്റെ കീഴിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. സോ ഐ റിക്വസ്റ്റ് യു ടു റീഡ് and make your notes and study well. Thank you. Have a great day.